മലപ്പുറം കാളികാവിൽ 2.5 വയസ്സുകാരി കൊല്ലപ്പെട്ടത് പിതാവ് ഫായിസിന്റെ അതിക്രൂര മർദ്ദനത്തെ തുടർന്നാണെന്നായിരുന്നു. അത് തെളിയിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഫായിസിന്റെ മർദ്ദനത്തിൽ ബോധം പോയ കുഞ്ഞിനെ ഇയാൾ ചുമരിലേക്ക് എടുത്തെറിഞ്ഞു. കത്തിച്ച സിഗരറ്റ് കൊണ്ട് കുഞ്ഞിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ കുട്ടിയുടെ ശരീരത്തിൽ 70ഓളം മുറിവുകളുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് കാളികാവിലെ 2.5 വയസ്സുകാരി ഫാത്തിമ നസ്രിന്റെ മരണം. പിതാവായ ഫായിസിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്നായിരുന്നു കുഞ്ഞ് കൊല്ലപ്പെട്ടതെന്ന ബന്ധുക്കളുടെ ആരോപണത്തെ ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിന്റെ ശരീരത്തിൽ പഴയതും പുതിയതുമായ നിരവധി മുറിവുകളുണ്ട്. കുട്ടിയുടെ തലയ്ക്ക് മുൻപ് മർദ്ദനമേറ്റപ്പോൾ സംഭവിച്ച രക്തസ്രാവത്തിന്റെ മുകളിൽ വീണ്ടും മർദ്ദനമേറ്റത് മരണത്തിന് കാരണമായി. മർദ്ദനത്തിൽ കുഞ്ഞിന്റെ വാരിയെല്ലുകളും പൊട്ടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മർദ്ദനത്തിൽ ബോധം പോയ കുഞ്ഞിനെ പ്രതി ചുമരിലേക്ക് എടുത്തെറിഞ്ഞു. കത്തിച്ച സിഗരറ്റ് കൊണ്ട് കുഞ്ഞിനെ കുത്തി പരിക്കേൽപ്പിച്ചു. സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ കുട്ടിയുടെ 70ഓളം ഇടങ്ങളിലാണ് മുറിവുകൾ കണ്ടെത്തിയത്. കുട്ടിയുടെ തലച്ചോർ ഇളകിയ നിലയിലാണ്. വാരിയെല്ലുകൾ തകർന്നിട്ടുണ്ട്. കുഞ്ഞു മരിച്ചതിനു ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കുട്ടിയെ പ്രതി നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്നാണ് ഫായിസിന്റെ ബന്ധുക്കളായ അയൽവാസികളും പറയുന്നത്. കുട്ടി തന്റേതല്ലെന്ന് പറഞ്ഞായിരുന്നു ഉപദ്രവിച്ചത്. കൊടും ക്രൂരതയുടെ പശ്ചാത്തലത്തിൽ പ്രതിയായ ഫായിസിനെ പോലീസ് സർജന് മുൻപിൽ ഹാജരാക്കാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. റിപ്പോർട്ടർ, മലപ്പുറം.